നിസ്കാരത്തിൽ ചില സ്ത്രീകൾ മുഖം ചുറ്റും ഭാഗവും മറച്ചു കാണുന്നില്ല. എന്നാൽ ആ നിസ്കാരം ശരിയാകുമോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയം തന്നെയാണ്. എത്ര പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് നമസ്കാരത്തിലെ വസ്ത്രധാരണം. നിസ്കാരത്തിന് സമയമാകുമ്പോൾ ഒരു നിസ്കാരക്കുപ്പായം എടുത്ത് ധരിക്കുക, അതിൻ്റെ ആ മുഖത്തിൻ്റെ റൗണ്ട് എങ്ങനെയായിരുന്നാലും ഏതെങ്കിലും ഭാഗത്തേക്ക് അങ്ങോട്ട് പിടിച്ചു വെക്കുക, എന്നിട്ട് നമസ്കരിക്കുക. നമസ്കരിക്കുമ്പോൾ ചിലപ്പോൾ കാലിൻ്റെ കാലിൻ്റെ ആ ഉൾഭാഗം പുറത്തേക്ക് കാണും, ചിലപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ ചിലപ്പോൾ കൈയുടെ ഈ ഭാഗം പുറത്തേക്ക് കാണും, അങ്ങനെ നിസ്കാരത്തിൻ്റെ ഈ തോള് ഭാഗം പുറത്തേക്ക് കാണും. അങ്ങനെ പല ഭാഗങ്ങളും പലപ്പോഴും റുക്കൂവിലും സുജൂദിലൊക്കെ പോകുമ്പോൾ പുറത്ത് കാണുന്ന രീതിയിലാണ്. അത് നമസ്കാരത്തെ ശരിക്കും ബാധിക്കുകയും നമ്മുടെ നമസ്കാരത്തിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ്. മുഖം എന്ന് പറയുന്നത് നമ്മുടെ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ, നെറ്റിയുടെ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അടിവരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുമാണ് മുഖത്തിൻ്റെ നീളവും മുഖത്തിൻ്റെ വീതിയും. അപ്പോൾ മുഖം പൂർണ്ണമായിട്ടും ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, നിസ്കരിക്കുന്ന സമയത്ത് വൃത്തിയോടുകൂടി നമ്മുടെ ആ മക്കന, എന്താണ് മുഖമക്കനയുടെ റൗണ്ട്, ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായും അങ്ങനെ ആക്കി വെക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരത്തിൽ. പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ കാലിൻ്റെ ഭാഗം പുറത്ത് കാണാത്ത രീതിയിൽ നമസ്കാരത്തിൽ സോക്സ് ധരിക്കുന്നവരുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിലേ പൂർണ്ണമായിട്ട് അത് മറഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ ആ വിഷയം ശ്രദ്ധിക്കണം. അള്ളാഹു നമസ്കാരം വൃത്തിയുള്ള സ്ഥലത്ത്, വൃത്തിയുള്ള വസ്ത്രത്തിൽ, വൃത്തിയോടെ ധരിക്കാൻ പറഞ്ഞ ആ രൂപത്തിലും ഭാവത്തിലും ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് നാളെ വലിയ പ്രതിഫലം അതിൻ്റെ പേരിൽ വാങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നാളെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബിൽ നാം നമസ്കരിച്ചതായിട്ട് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.